പ്രൈസ് ദി ലോർഡ്. മനോഹരമായ ഒരു പ്രഭാതം കർത്താവ് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ പ്രഭാത വചനം ഒരുപക്ഷെങ്കിൽ കേട്ട ഉടനെ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകണമെന്നില്ല. മനസ്സിലായില്ലെങ്കിൽ ആവർത്തിച്ച് കേൾക്കുവാൻ മറക്കരുത്. മനസ്സിലായാൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. ദൈവാത്മാവ് ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന വചനം യൂദായുടെ ലേഖനം 9-ാം വാക്യം. അതിങ്ങനെ വായിക്കുന്നു: പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഫലിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. സംഭവം മോവാബ് ദേശത്ത് ഒരു പർവ്വതത്തിൽ ഒരു താഴ്വരയിൽ നടന്ന ഒരു വാദപ്രതിവാദത്തെക്കുറിച്ചാണ് യൂദ സംസാരിക്കുന്നത്. നമുക്കറിയാം മോശയുടെ മരണത്തെക്കുറിച്ച്. മോശ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുവാൻ തനിക്ക് കഴിഞ്ഞില്ല. ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ ജോലി കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയതിനു ശേഷം ഈ പർവ്വതത്തിലേക്ക് കയറി വരണം, അവിടെ വെച്ച് നീ മരിക്കും. നോക്കൂ, കൊല്ലുവാൻ വേണ്ടി ഒരുവനെ വിളിച്ചാൽ നമ്മൾ ആരെങ്കിലും ചെല്ലുമോ? നമ്മളെ ആരെങ്കിലും വിളിച്ചാൽ നിന്നെ ഇവിടെ വെച്ച്, നിന്റെ ജീവിതം ഇവിടെ വരെ ഉള്ളൂ, നീ ഇവിടെ കയറി വരിക, ഇവിടെ വെച്ച് നീ മരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ഥലം വിട്ട് ഓടിക്കളയും. നമ്മളെ പിന്നെ കാണാനേ ഒക്കത്തില്ല. ഒരു കോഴിയെ കൊല്ലുവാൻ നോക്കിയാൽ അത് കാണിക്കുന്നതായ അല്ലെങ്കിൽ പിടിച്ചാൽ അത് കാണിക്കുന്ന വെപ്രാളങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ കാര്യമോ? പക്ഷെങ്കിൽ മോശയെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു പ്രധാന വിഷയമായിരുന്നില്ല. ദൈവം പറയുന്നതാണ് വലുത്. മോശ കയറി ചെന്നു ആ മോവാബ് പർവ്വതത്തിൽ. ദൈവം പറഞ്ഞതുപോലെ ആ പർവ്വതത്തിലേക്ക് കയറി ചെന്നു. അവിടെ വെച്ച് മോശ മരിച്ചു. ദൈവം മോശയുടെ ശരീരത്തെ അടക്കം ചെയ്തു. ആ അടക്കം ചെയ്ത സ്ഥലം മനുഷ്യരുടെ കണ്ണിന് ദൈവം മറച്ചു കളഞ്ഞു. പ്രസ്തുത വിഷയം എഴുതിയിരിക്കുന്നത് ആവർത്തന പുസ്തകം 34-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: മോശ അവിടെ വെച്ച് മരിച്ചു. മോശയെ അടക്കിയ സ്ഥലം ഇന്നുവരെയും ആരും കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മോശയെ അടക്കിയ സ്ഥലം കണ്ട ഒരു വ്യക്തിയുണ്ട്. അതാണ് യൂദ പറയുന്നത്. ഒരു വ്യക്തി ആ സ്ഥലത്തെക്കുറിച്ചായി ആ വ്യക്തിക്ക് അറിയാം, എവിടെ അടക്കിയിരിക്കുന്നെന്ന് അറിയാം. മോവാബ് പർവ്വതത്തിലേക്ക് കയറിയപ്പോൾ മോശ തനിച്ചല്ല കയറിയത്, ഒരു വ്യക്തി തന്റെ കൂടെ ഉണ്ടായി. ആരാണെന്നറിയാമോ? അഗാധ ദൂതൻ, പിശാച്. ദൂതസംഘവുമായി മോശയെ അനുധാവനം ചെയ്തു. അതിനൊരു കാരണമുണ്ട്. മോശ ജീവനോടിരുന്നപ്പോൾ നമുക്കറിയാം, അഗ്നിസ്തംഭമായി മേഘസ്തംഭമായി മോശയോടുകൂടെ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സാന്നിധ്യം അവനോടുകൂടെ ഉണ്ടായിരുന്നു. പല പ്രാവശ്യം ഈ പിശാച് മോശയിൽ കൂടെ പ്രവർത്തിച്ച് ദൈവത്തിനും ദൈവജനത്തിനും വിരോധമായി തന്നെ നിർത്തുവാൻ പിശാച് വളരെയധികം പ്രയത്നിച്ചു. എന്നാൽ അവിടെയൊക്കെയും പൈശാചിക തന്ത്രങ്ങൾ പരാജയപ്പെട്ടു. ദൈവം പറയുന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാത്ത ഒരു മനുഷ്യൻ മോശ. ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്ന വ്യക്തി. അവൻ മരിച്ചു. അവനെ അടക്കിയത് ദൈവം. അവന്റെ അടക്കിയ സ്ഥലത്തെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷെങ്കിൽ അടക്കിയ സ്ഥലത്ത് നടന്ന ഒരു വഴക്കിനെ കുറിച്ചാണ് ഇന്ന് നാം വായിച്ചത്. ചെറിയ വഴക്കല്ല, ഒരു വലിയ വഴക്ക്, ഇന്നും നിലനിൽക്കുന്നതായ വഴക്ക്. അന്ന് തുടങ്ങിയ വഴക്ക് ഇന്നും നിലനിൽക്കുകയാണ്. അന്ന് അവിടെ മോവാബ് പർവ്വതത്തിൽ തുടങ്ങി ഇന്ന് നമ്മുടെ ഇടയിലും നമ്മുടെ ഭവനത്തിലും നമ്മൾ കൂടുന്നിടത്തും നമ്മുടെ ചിന്തയിലും നമ്മുടെ വിശ്വാസ യാത്രയിലും നമ്മുടെ ഉപദേശത്തിലും കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വാദപ്രതിവാദം. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാണെന്നറിയാം? മോശയുടെ ശരീരത്തിന് വേണ്ടി. എന്തിനാണ് ഈ മോശയുടെ ശരീരം പിശാചിന്? ആ മോശയുടെ ശരീരം ലഭിച്ചെങ്കിൽ മാത്രമേ ആ ശരീരത്തെ നിർത്തിക്കൊണ്ട് ദൈവത്തിനും ദൈവജനത്തിനും അല്ലെങ്കിൽ ഇങ്ങേപ്പുറത്ത് ഒരു ശക്തിയായി നിർത്തിക്കൊണ്ട് ആ ശരീരത്തിൽ കൂടെ അതിന് ചില വ്യാഖ്യാനങ്ങൾ കൊടുത്ത്, ഉപദേശ സംഗ്രഹങ്ങൾ കൊടുത്ത്, ഉപദേശ സംരക്ഷണം കൊടുത്തും കൊണ്ട് ഒരു ദൈവികമെന്നോണം ഒരു മനുഷ്യ ദൈവങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തിൽ ആരാധന കയറിപ്പോകാതിരിക്കുവാൻ, ഇടയ്ക്ക് വെച്ച് ആരാധനയെ തട്ടിയെടുക്കുവാൻ വേണ്ടി പിശാചിന് ചില തന്ത്രങ്ങൾ മെനയണമെങ്കിൽ മോശയുടെ ശരീരം പോലെ വിശുദ്ധന്മാരുടെ ശരീരവും ഓർമ്മയും ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആത്മീയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. നമ്മുടെ കാഴ്ചപ്പാടിലും നമ്മുടെ ഉപദേശത്തിലും ആരാധനയിലും മോശയുടെ ശരീരത്തിൽ
വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ നമ്മുടെ കർത്താവിന് കൊടുക്കേണ്ടതായ മഹത്വങ്ങൾ പലതും മോശയുടെ ശരീരം കാണിച്ചുകൊണ്ട് പിശാച് തട്ടിയെടുക്കുവാൻ നോക്കുന്നു. എന്നാൽ മോശയുടെ ശരീരം തട്ടിക്കൊണ്ടു പോകാതിരിക്കേണ്ടതിന് ദൈവം കൽപ്പിച്ചാക്കിയതായ ഒരു ദൂതസഞ്ചയമുണ്ട്. മീഖായേലും അവന്റെ ദൂതന്മാരെയും കാവൽ ചെയ്തിരിക്കുകയാണ്. മോവാബ് ദേശത്ത് നടക്കുന്നതായ തർക്കം അത് അന്ന് അവസാനിച്ചില്ല. ഇന്ന് ആ തർക്കങ്ങൾ പല രീതിയിൽ, പല ഭാഷയായി വേർതിരിഞ്ഞ്, പല ഉപദേശങ്ങളായി വേർതിരിഞ്ഞ്, പല സഭകളായി വേർതിരിഞ്ഞ്, പല ചരിത്രങ്ങളിൽ പല പ്രമാണങ്ങളായി വേർതിരിഞ്ഞുകൊണ്ട് മനുഷ്യകുലത്തിൽ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ ആ ദൂതന്റെ കയ്യിൽ ശരീരം ലഭിച്ചിട്ടില്ല. മീഖായേൽ ആ ശരീരത്തിന് കാവൽ നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആദർശം കൊണ്ടോ, വിശ്വാസം കൊണ്ടോ, ആചാരം കൊണ്ടോ, ഉപദേശം കൊണ്ടോ മോശയുടെ ശരീരത്തെ പോലെ ആൾ ദൈവങ്ങളെ സൃഷ്ടിക്കുന്ന ആ ഉപദേശം, ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളെ അതിനായി നിർബന്ധിക്കുന്നത് മറ്റാരുമല്ല, മോശയുടെ ശരീരത്തിന് വേണ്ടി മീഖായേലിനോട് വാദപ്രതിവാദം നടത്തിയ പൈശാചിക ശക്തിയാണ്, ബന്ധനങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. നിന്റെ ആരാധനയും നിന്റെ വിശ്വാസവും നിന്റെ പ്രത്യാശയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആൾ ദൈവങ്ങളിലും ആൾ വിശുദ്ധന്മാരിലും ആൾ സഭകളിലും ആൾ ഉപദേശങ്ങളിലും ആൾ യൂണിഫോമുകളും പലതും വിശേഷമായി നിന്നെ കാണിച്ചുകൊണ്ട് മോശയുടെ ശരീരത്തിന്റെ രൂപമെന്നോണം അതിനൊക്കെ ആശയവിശുദ്ധി കൊടുത്തുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിന്ന് മനുഷ്യ ജീവിതത്തെ, ആരാധനയും തട്ടിയെടുത്തുകൊണ്ട് അധോലോകം, അന്ധകാരത്തിന്റെ ശക്തികൾ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളെ നമുക്കിന്ന് ജീവിതത്തിൽ കാണുവാൻ കഴിയും. കണ്ണുകൾ തുറക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ മോശയുടെ ശരീരത്തിൽ യൂദായുടെ ലേഖനം വായിച്ചു നോക്കൂ, വ്യക്തമായിട്ട് നമ്മൾ വായിച്ചു നോക്കൂ. അവിടെ പിശാച് മീഖായേലിനോട് വാദപ്രതിവാദം ചെയ്യുന്നു. പക്ഷെങ്കിൽ മീഖായേൽ ഒരു വാക്ക് അവസാനമായിട്ട് പറയുന്നു, ഞാൻ നിന്നോട് മറുപടി പറയുന്നില്ല, കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ. കാരണം എന്താണെന്ന് അറിയാമോ? ഉയർത്തെഴുന്നേറ്റ കർത്താവിന് മാത്രമേ, മരണത്തിന്റെ അധീരതയിൽ നിന്ന് ജീവനോടെ ഉയർത്തെഴുന്നേറ്റ കർത്താവിന് മാത്രമേ നിന്നെ ഭത്സിക്കുവാൻ കഴിയുള്ളൂ. അന്ധകാര ശക്തികൾക്ക്, അന്ധകാര ആലോചനകൾക്ക്, അന്ധകാര ഉപദേശങ്ങൾക്ക്, അന്ധകാര വിശ്വാസങ്ങളെ ഭത്സിക്കുവാൻ സർവശക്തനായ മൂന്നാം നാൾ ശവക്കുഴിയിൽ നിന്ന് ഈ ശവക്കല്ലറകളെ പൊട്ടിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ, സ്വർഗാരോഹണം ചെയ്ത പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന സർവശക്തനായ കർത്താവിന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് മീഖായേൽ അവിടെ ഏറ്റുപറയാണ്. പിശാചിനോട് പറയുകയാണ്, ഞാനൊരു ദൂഷണവിധി നിന്നോട് പറയുന്നില്ല. കാരണം എന്റെ വാക്കുകളെക്കാൾ മേലായ ഒരു വാക്കുണ്ട്, ഒരു ശക്തിയുണ്ട്, ഒരു മത്സരമുണ്ട്. അത് കർത്താവിൻ്റെതാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള അന്ധകാര ശക്തികൾ കീഴടങ്ങും എന്ന് യൂദ അവിടെ സമർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കേവലം ചില വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് അനേക ഹൃദയങ്ങളിൽ പോരാടുന്ന ദുഷ്ടശക്തിയുടെ ആക്രമണ ശക്തിയെ എടുത്തു കാണിക്കുവാൻ, വേരുകളെ എടുത്തു കാണിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്നതായ തിരുവചനത്തെ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എങ്ങനെ നിങ്ങൾ ഏറ്റുകൊള്ളുന്നു? പൈശാചിക ശക്തിയെ എതിർക്കുവാൻ, ജയം പ്രാപിക്കുവാൻ, ആരാധന കർത്താവിന് മാത്രമായി തീരേണ്ടതിന്, ആശ്രയം ദൈവത്തിൽ മാത്രമായി തീരേണ്ടതിന് നിങ്ങളുടെ ഹൃദയങ്ങളെ ഈ വചനം വശീകരിക്കുമെങ്കിൽ മീഖായേലിനോട് ചേർന്ന് നിങ്ങൾക്കൊരു സ്തുതിഗീതം മുഴക്കുവാൻ കഴിയും. ഇല്ല എങ്കിൽ ആശയക്കുഴപ്പങ്ങൾ, എവിടെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, ആരോട് കണ്ടെത്തണം, ആരോട് അപേക്ഷിക്കണം എന്നറിയാതെ നട്ടം തിരിയുന്ന അനേക വേവലാതി പിടിച്ച്, ആവലാതി പിടിച്ച് അഴലുന്ന ആത്മാക്കളായി നിങ്ങൾ അവശേഷിക്കാതിരിക്കേണ്ടതിന് തിരുവചനത്തിന്റെ വെളിച്ചത്തിലേക്ക് ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളെ നയിക്കുമാറാകട്ടെ. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തിന് മാത്രം സ്തുതിയും മാനവും മഹത്വവും അർപ്പിക്കുമ്പോൾ അവിടെയാണ് പുകഴ്ചയുണ്ടാകുന്നത്. നോക്കൂ, മോശയുടെ ശരീരം പിശാച് തട്ടിയെടുക്കാതെ ദൈവം കാവൽ ചെയ്യുന്നു. അന്നല്ല, ഇന്നും, എപ്പോഴും, എക്കാലത്തും, എവിടം വരെ കർത്താവിന്റെ മഹത്വത്തിന്റെ പ്രത്യക്ഷത നാൾ വരെയും ആ ശരീരത്തിന് മീഖായേൽ കാവൽ നിൽക്കണം. അതുവരെ ദൈവത്തിന്റെ ആ വലിയ ഉദ്ദേശശുദ്ധിയെ, ആ ഉപദേശത്തിന്റെ ശ്രേഷ്ഠത, വെളിപ്പാടിന്റെ ആധിക്യം നമ്മുടെ ഹൃദയത്തെ ഈ പ്രഭാതത്തിൽ, നമ്മുടെ കുടുംബത്തെ അത് വശീകരിക്കട്ടെ. ദൈവസ്നേഹത്തിലേക്ക് നമ്മെ നിലനിർത്തുവാൻ അത് കാരണമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.